കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ശബ്ദമാണ്. പിന്നെ ലെറ്റർ പി അതെങ്ങനെ എഴുതണം, വലുതും ചെറുതും എങ്ങനെ എഴുതണം, ശബ്ദം എങ്ങനെ ഓർമ്മിപ്പിക്കണം, ഓർമ്മയിൽ വെക്കണം. പിന്നെ കുറച്ച് വാക്കുകൾ ഞാൻ ഈ ശബ്ദം വെച്ചിട്ട് എഴുതും. അപ്പോൾ പി, ലെറ്റർ പി, അതിൻ്റെ ശബ്ദം എന്താണ്? ഫ. ഇപ്പോ നമ്മളുടെ വിരലിങ്ങനെ വെച്ചിട്ട് ചുണ്ടിൻ്റെ അവിടെ ഫ എന്ന് പറയുമ്പം ആ കാറ്റ് ഈ വിരലയിൽ പതിക്കണം. അതാണ് ലെറ്റർ പിയുടെ ശബ്ദം. ഫ ഫ ഫ. ഓക്കെ, അപ്പോ എങ്ങനെ എഴുതണ്ടേ? ഫ പി എങ്ങനെ വലിയ പി എഴുതുമ്പോൾ മേലെ നിന്ന് താഴ്ത്തോട്ട്, പിന്നെ എങ്ങനെ, ഇതാണ് ക്യാപിറ്റൽ പി. മേലെ നിന്ന് താഴ്ത്തോട്ട്, കൈയെടുക്കാതെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൈ എടുക്കാതെ. അതേപോലെ തന്നെ ചെറിയ പി എഴുതുമ്പോൾ എങ്ങനെ കൈയെടുക്കാതെ, എങ്ങനെ അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഇവിടെ നിന്ന് താഴ്ത്തോട്ട് കൈയെടുക്കാതെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൈയെടുക്കാതെ. അപ്പോൾ ലെറ്റർ പി എങ്ങനെ എഴുതണമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഞാൻ എന്താ പറഞ്ഞ, ഒരു വിരലെടുത്തിട്ട് ചുണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഫ, അതാണ് പിയുടെ ശബ്ദം. ഫ. ഇപ്പോ ഫ ശബ്ദം വെച്ചിട്ട് 2-3 വാക്കുകൾ ഞാൻ എഴുതാം. ഇപ്പോ ഞാൻ വരച്ചേക്കുന്ന എന്താന്ന് പറയുക. എന്താ ഇത്? പെൻസിൽ. ഇതെന്താണ്? പെൻസിൽ. ഫ ഫ ശബ്ദം എന്താണ്? ഫ. പെൻസിൽ. ഇപ്പോ ഇതെന്താന്ന് പറയൂ. ഇതെന്താ ഇത്? പെൻ. സൗണ്ട്, അവരുടെ ശബ്ദം പറയൂ. ഫ. ഒരു ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ആ കാറ്റ് ആ വിരലെ വരണം. അതാണ് ഫ. പെൻ. പെൻ. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. ഇതെന്താണ്? പോട്ട്. പ ഫ പോട്ട്. പോട്ട്. പെൻ, പെൻസിൽ, പോട്ട്. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. ഇതെന്താ ഇത്? പിഗ്. ഫ. പിഗ്. ഫ. പിഗ്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ശബ്ദം പഠിക്കുന്നത്? ഫ. പിഗ്, പെൻസിൽ, പെൻ, പോട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു, പിന്നെ നല്ല രസമാണ്. ഇതെന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പേരക്ക. ഇതിനെന്താ പറയുന്നത്? ഫേ. ഇതിനെന്താ പറയുന്നത്? ഫേ. അപ്പോ ഒരു വിരലെടുത്തിട്ട് ഫ. എന്താ പറയുന്നത്? ഫ. ഫേ.
ഫേ. ഇപ്പോ ഇതെന്താന്ന് പറയൂ. നമ്മൾക്ക് വീട്ടിൽ മമ്മി ഉപയോഗിക്കുന്ന സാധനം ഇതെന്താ ഇത്? ഫാൻ. വെരി ഗുഡ്. ഫാൻ. ഫാൻ. ഇപ്പോൾ നമ്മൾ കുറച്ചു വാചകങ്ങൾ പഠിച്ചു. ഇതിന്റെ ശബ്ദം, ഈ ലെറ്ററിന്റെ ശബ്ദം പഠിച്ചു. എന്താ ശബ്ദം? ഫ. ഇപ്പൊ നമ്മൾക്ക് ഈ വാക്കുകളൊന്ന് വായിക്കാം. ഓക്കെ. ഫ പെൻസിൽ, ഫ പെൻ, ഫ പോട്ട്, ഫ പിഗ്, ഫ pear, ഫ pan. ഈ ശബ്ദം ഫ അത് നമുക്കിന്റെ മനസ്സിൽ വരാനും ഓർമ്മിക്കാനും ചെറിയ പാട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ നമ്മളുടെ ബർത്ത്ഡേ വരുമ്പോ മമ്മി എന്താ ചെയ്യാ? മമ്മി ഒരു കേക്ക് മേടിക്കും, ഒത്തിരി മെഴുകുതിരികൾ അതുമേൽ വെക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും? അത് ആ തിരികൾ ഊതും. ഇപ്പോ മമ്മി മേടിച്ചിരിക്കുന്നത് ഒരു പന്നിയുടെ, ഒരു പിഗിന്റെ ഷേപ്പുള്ള ഒരു കേക്കാണ്. അപ്പൊ അതിന് മേലെ നമ്മൾ എന്താ ചെയ്യാൻ പോണ? മെഴുകുതിരികൾ വെക്കാൻ പോകുന്നു. ഇപ്പൊ പാട്ട് ഇങ്ങനെ പോണ. അപ്പൊ കേക്ക് ഇവിടെ റെഡിയാണ്. കാൻഡിൽ നമ്മൾ ഒത്തിരി തിരികളെല്ലാം 3-4 തിരികൾ വെച്ചു. നമ്മളിപ്പോ പാട്ട് പാടാൻ പോവാണ്. ഓക്കെ. ഒരു ഫിംഗർ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് ഫ സൗണ്ട് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ തിരിയും നമ്മൾ ഊതിക്കളയണം. ഓക്കെ. മനസ്സിലൊരു നല്ലൊരു കാര്യം ഈ ബർത്ത്ഡേക്ക് വരണമെന്ന് വെച്ചിട്ട് അത് ഓർത്തിട്ട് എല്ലാ തിരിയും നമ്മൾ എന്താ ചെയ്യണം? കത്തിച്ച് തിരിയൊക്കെ കെടുത്തിക്കളയണം. അപ്പോ ഇതാണ് തിരി. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Okay? അപ്പോ പിങ്ക് കേക്ക് പിങ്ക് ആണ്, പിഗിന്റെ ഷേപ്പ് ആണ്. ഒത്തിരി മെഴുകുതിരിയിൽ നമ്മൾ എല്ലാം ഊതിക്കളഞ്ഞിട്ട് പാടുകയാണ്, പാട്ട് പാടുകയാണ്. ഓക്കെ. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Puff out the candles on the pink pig cake. Puff, 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 puff. എന്ന് പറയുമ്പോൾ ആ തിരിയെല്ലാം കേട്ടു. ഒരു പ്രാവശ്യം നമുക്ക് പാടാം. ഓക്കെ. കൈ ഇങ്ങനെ വെക്കുക. നമ്മൾ ഫ എന്ന് പറയുമ്പോ കാറ്റ് ഈ വിരലുമേൽ വീഴണം. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff out the candles on the pink pig cake. Puff, puff, puff. Puff out the candles on the pink pig cake. Puff, puff, puff. അപ്പൊ പിന്റെ ശബ്ദം ഫ. ഈ വാക്കുകൾ ഒന്നുകൂടി പറയാം. ഫ പെൻസിൽ, ഫ പെൻ, ഫ പോട്ട്, ഫ പിഗ്, ഫ പേ, ഫ പാൻ.